നമ്മുടെ ചിഹ്നം ഇന്ന് വടകര ലോക്സഭാ നിയോജക മണ്ഡലത്തിലാണ്. ഞങ്ങൾ മത്സരിക്കുന്നത് ഇന്ത്യയെ നിലനിർത്താനാണ്. ഈ മൈക്കിന് മുമ്പിലുള്ള തള്ളല്ലാതെ സൂക്ഷ്മമായി ഓരോ കാര്യവും പരിശോധിച്ചാൽ ഇന്ത്യയെ നിലനിർത്താനുള്ള പോരാട്ടമില്ല. ഇടതുപക്ഷം മത്സരിക്കുന്നത് ഈനാമ്പേച്ചിയും മരപ്പട്ടിയും ചിഹ്നം കിട്ടാതിരിക്കാം. കോൺഗ്രസിന്റെ ദേശീയ തലത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട പോസ്റ്റ് ഇരിക്കുന്ന ആളാണ്. അയാൾ മത്സരിക്കുന്നത് ആലപ്പുഴയില്ല. സനോജ് AKG സെന്ററിൽ നിന്ന് ഒരു വെള്ള പേപ്പറിൽ എഴുത്താ ഞങ്ങളുടെ ആരൊക്കെ മത്സരിക്കണം, ആരൊക്കെ മാറിയിരിക്കണം. വടകരയിൽ കേന്ദ്രീകരിക്കുന്ന ഈ രാഹുൽ മാക്കൂട്ടത്തിൽ വരുന്ന ദിവസങ്ങളിൽ എത്ര വ്യാജ ID കാർഡ് ഈ വടകര പാർലമെന്റ് വന്നിട്ടുണ്ടാക്കും? കേരളത്തിന്റെ മുഖ്യമന്ത്രി, ആഭ്യന്തരമന്ത്രി അത്ര വല്ല വാഴയാണോ എന്നെ പിടിച്ചടച്ചാൻ പറയച്ചത്? നമസ്കാരം. നമ്മുടെ ചിഹ്നം ഇന്ന് വടകര ലോക്സഭാ നിയോജക മണ്ഡലത്തിലാണ്. ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ ഏറ്റവും വാശിയേറിയ പോരാട്ടം നടക്കുന്ന മണ്ഡലമാണ് വടകര എന്നുള്ള കാര്യത്തിൽ ആർക്കും ഒരു സംശയവുമില്ല. KK ശൈലജ ടീച്ചർ, ഷാഫി പറമ്പിൽ, പ്രഫുൽ കൃഷ്ണ, 3 മുന്നണികൾക്കും വേണ്ടി മത്സരിക്കുന്നു. ഇത് LDF-നെ സംബന്ധിച്ചും UDF-നെ സംബന്ധിച്ചും ജയം അനിവാര്യമായ അത്രമേൽ ഇമ്പോർട്ടൻ്റ് ആയ രാഷ്ട്രീയ പോരാട്ടം നടക്കുന്ന ഒരു മണ്ണാണ്. ഇന്ന് നമ്മുടെ ചിഹ്നം ഇതാ തലശ്ശേരിയിലാണ്. തലശ്ശേരിയിലെ പ്രബുദ്ധരായ ഇത്രയധികം വലിയ ജനക്കൂട്ടത്തിന് മുൻപിൽ ഇതാ ഇന്ന് ഡിബേറ്റ് ചെയ്യുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ, യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷൻ, VK സനോജ്, അദ്ദേഹം DYFIയുടെ സംസ്ഥാന സെക്രട്ടറി, അതുപോലെ തന്നെ ശ്രീ N ഹരിദാസ് BJPയുടെ ജില്ലാ പ്രസിഡന്റ് എന്നിവർ. ആ പാനലിൽ നിന്ന് തന്നെ നമുക്കറിയാം എത്ര രൂക്ഷമായ, എത്ര ആവേശകരമായ മത്സരമാണ് വടകരയിൽ നടക്കുക എന്ന്. ഞാൻ അധികം താമസിപ്പിക്കുന്നില്ല, നേരിട്ട് നമുക്ക് അതിഥികളിലേക്ക് പോകാം. ആദ്യം ശ്രീ രാഹുൽ മാങ്കൂട്ടത്തിൽ, വടകരക്കാർ എന്തിന് ഷാഫി പറമ്പിലിനെ തെരഞ്ഞെടുത്ത് ലോക്സഭയിലേക്ക് അയക്കണം? അദ്ദേഹം സിറ്റിംഗ് MLA ആണല്ലോ പാലക്കാട് നിന്ന്. ഞങ്ങൾ മത്സരിക്കുന്നത് രാജ്യം നിലനിൽക്കാൻ വേണ്ടിയിട്ടാണ്. ഈ 2014 മുൻപുള്ള ഒരു ഇന്ത്യയുണ്ട്. ആ രാജ്യം മതേതരം മൂല്യങ്ങളെ സംരക്ഷിക്കുന്ന, ജനാധിപത്യപരമായ എല്ലാ അവകാശങ്ങളെ സംരക്ഷിക്കുന്ന, സമത്വത്തിലൂന്നിയുള്ളൊരു ഭരണഘടനയിൽ വിശ്വസിക്കുന്ന ആ ഇന്ത്യയെ നിലനിർത്തുവാൻ വേണ്ടിയിട്ടുള്ളൊരു പോരാട്ടമാണ് ഞങ്ങൾ ഏർപ്പെട്ടിരിക്കുന്നത്. ആ മത്സരത്തിൽ ഇനി ഈ രാജ്യത്തൊരു തെരഞ്ഞെടുപ്പ് വേണമോ വേണ്ടായോ എന്ന് നിർണ്ണയിക്കപ്പെടുന്ന ഈ തെരഞ്ഞെടുപ്പിൽ നമുക്കിനിയും തെരഞ്ഞെടുപ്പുകൾ വേണമല്ലോ. എല്ലാ തെരഞ്ഞെടുപ്പിലും കോൺഗ്രസ് ജയിക്കാൻ വേണ്ടിയിട്ടല്ല, നമുക്ക് പരാജയപ്പെടുവാനും നമുക്ക് വിജയിക്കുവാനും ജനങ്ങളുടെ മുന്നിൽ തിരുത്തലുകൾ വരുത്തുവാനും അവർ ആവശ്യപ്പെടുന്ന തിരുത്തലുകളോടുകൂടി ഭേദഗതികളായിട്ട് മുന്നോട്ട് പോകുവാനും ഒക്കെ രാജ്യത്തിന് മുന്നോട്ട് പോകുവാൻ തെരഞ്ഞെടുപ്പുകൾ ആവശ്യമാണ്. ആ തെരഞ്ഞെടുപ്പിൽ ഈ രാജ്യത്തെ ജനാധിപത്യ ധ്വംസനത്തിന് കാരണക്കാരാകുന്ന കേന്ദ്ര സർക്കാരിനെ താഴെ ഇറക്കുവാൻ, നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള ഫാഷിസ്റ്റ് സർക്കാരിനെ ഇല്ലാതെയാക്കുവാൻ ഷാഫി പറമ്പിലിന്റെ റൂട്ട്. മട്ടന്നൂരുകാർ 60,000-ലധികം വോട്ടിന് വിജയിപ്പിച്ച് നിയമസഭയിലേക്ക് അയച്ച KK ശൈലജ ടീച്ചറെ തന്നെ വടകരക്കാർ ലോക്സഭയിലേക്ക് അയക്കണം എന്ന് നിങ്ങൾ നിർബന്ധം പിടിക്കാനുള്ള കാരണം എന്താണ്? എന്തുകൊണ്ട് ശൈലജ ടീച്ചർ? നമ്മുടെ രാജ്യത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ജനാധിപത്യ മൂല്യങ്ങൾ, നമ്മുടെ രാജ്യത്തിൻ്റെ ഭരണഘടന, അതുമായി ബന്ധപ്പെട്ട മൂല്യങ്ങൾ എല്ലാം അട്ടിമറിക്കപ്പെടുന്ന ഘട്ടത്തിൽ അപകടത്തിലേക്ക് പോകുന്ന ഇന്ത്യയെ രക്ഷപ്പെടുത്താൻ ഇന്ത്യയുടെ പാർലമെൻറ്റിൽ നരേന്ദ്രമോദിയോട് എഴുന്നേറ്റ് നിന്ന് ചോദ്യം ചോദിക്കാൻ, അല്ലാതെ അമിത്ഷായും നരേന്ദ്രമോദിയും കരിനിയമങ്ങൾ ഇന്ത്യയുടെ പാർലമെൻറ്റിൽ പാസ്സാക്കുമ്പോൾ അതിന് അനുകൂലമായി വോട്ട് ചെയ്യാനല്ല, അതിന് എതിരായി വോട്ട് ചെയ്യാൻ കേരളത്തിൽ നിന്ന്, ഇന്ത്യയിലെ വിവിധ മണ്ഡലങ്ങളിൽ നിന്ന് ഇടതുപക്ഷത്തിൻ്റെ കരുത്തുറ്റ പോരാളികൾ ഇന്ത്യയുടെ പാർലമെൻറ്റിൽ ഉണ്ടാവണം. ശരി, അതിന് വോട്ട് ചെയ്യണം. ശ്രീ N ഹരിദാസ്, ശരിയാണ്, ഇന്ത്യ താങ്കളുടെ പാർട്ടിയാണ് ഭരിക്കുന്നത് എങ്കിലും കേരളത്തിൽ വളരെ തുച്ഛമാണ് നിങ്ങളുടെ പ്രകടനം. അതിൽ തന്നെ വടകര ബിലോ ആവറേജിൽ നിൽക്കുന്ന, കഴിഞ്ഞ തവണ പോലും സുവർണകാലത്ത് പോലും 1 ലക്ഷം വോട്ട് തികച്ച് വാങ്ങിക്കാൻ കഴിയാത്ത ഈ മണ്ഡലത്തിൽ പ്രഫുൽ കൃഷ്ണയെ മത്സരിപ്പിക്കുമ്പോൾ നിങ്ങൾ ഉദ്ദേശിക്കുന്നത് എന്താണ്? ഇവരെ തെരഞ്ഞെടുത്ത ആളുകൾ അവരെ വിഡ്ഢികളാക്കുകയാണ്. കാരണം മട്ടന്നൂരും തെരഞ്ഞെടുത്ത് വളരെ പ്രതീക്ഷയോടുകൂടി ജനം വോട്ട് ചെയ്ത ശൈലജ ടീച്ചർ നമ്മളൊക്കെ പറഞ്ഞു മുഖ്യമന്ത്രിയെക്കാളും വോട്ട് നേടി. അപ്പം മുഖ്യനെക്കാളും വളരും എന്ന് കണ്ടപ്പോൾ മുഖ്യം വെട്ടി. അപ്പം അതുകൊണ്ടാണ് മന്ത്രിസ്ഥാനം കൊടുക്കാൻ. കേമനാണെങ്കിൽ എന്തിനാണ് മന്ത്രിസ്ഥാനം കൊടുക്കാൻ? കോവിഡ് കാലത്ത് നല്ല രീതിയിൽ പ്രവർത്തിച്ച ആളാണെന്നുള്ള പ്രചരണം, എന്തുകൊണ്ട് മന്ത്രിസ്ഥാനം കൊടുത്തില്ല? അപ്പം രണ്ടാമത് വന്ന മന്ത്രിസ്ഥാനം കൊടുക്കാൻ പോലും പര്യാപ്തമായ രീതിയിൽ കഴിവില്ലാത്ത ആളാണെന്ന് പാർട്ടി തെളിയിച്ച ആളാണ്. രണ്ടാമത് ഷാഫി പറമ്പിൽ വളരെ ദൂരം പാലക്കാട് നിന്ന് വരികയാണ്. പാലക്കാട് നിന്ന് വരുന്നതിന് മുന്നേ ഇവിടെ എത്രയോ കോൺഗ്രസ് നേതാക്കന്മാരുണ്ട്, UDF നേതാക്കന്മാരുണ്ട്. പക്ഷേ പാലക്കാടിലെ ജനം തിരഞ്ഞെടുത്ത, അവിടുത്തെ അവരുടെ വികസനത്തിന് വേണ്ടി തിരഞ്ഞെടുത്ത ആളെ എന്തിനിങ്ങോട്ട് കെട്ടിയെടുക്കുന്നു? ഇവർ രണ്ടുപേരും MLA-മാരാണ്, അവരെ ജനം തിരഞ്ഞെടുത്താണ്. MLA എന്തിനാണ് പാർലമെൻറ്റിലേക്ക് മത്സരിക്കുന്നത്? അത് ആ മണ്ഡലത്തിനോട് കാണിക്കുന്ന അനീതിയല്ലേ എന്നാണ് ചോദിച്ചത്. അങ്ങനെയാണെങ്കിൽ അദ്ദേഹം ആദ്യം പോയി ചോദിക്കേണ്ട അദ്ദേഹത്തിൻ്റെ നേതാവ് നരേന്ദ്രമോദിയോടാണ്. ഗുജറാത്തിൽ നിന്നുള്ള MLA-യും മുഖ്യമന്ത്രിയായിരിക്കുമ്പോഴാണ് അദ്ദേഹം പാർലമെൻറ്റിലേക്ക് മത്സരിച്ചത്. ഇനി മാറി മത്സരിക്കാമോ? അല്ല, പറയട്ടെ, മാറി മത്സരിക്കാമോ എന്ന് ചോദിക്കുമ്പം, അങ്ങനെ ആണെങ്കിൽ ഗുജറാത്തുകാരനായ നരേന്ദ്രമോദി, അദ്ദേഹത്തിൻ്റെ ഭാഷ പറഞ്ഞു കഴിഞ്ഞാൽ വലിഞ്ഞു കയറി
ഉത്തർപ്രദേശിലെ വാരണാസി പോയി മത്സരിക്കേണ്ട കാര്യമുണ്ടോ? ഇത് ഇന്ത്യയുടെ പാർലമെൻറ്റാണ് സാർ. ഈ പാർലമെൻറ്റിൽ ഈ രാജ്യത്തെ ഏതൊരു വോട്ടർക്കും ഏത് പാർലമെൻറ്റ് മണ്ഡലത്തിൽ നിന്നും മത്സരിക്കുവാൻ കഴിയുന്ന അവകാശം നിലവിലെ ഇന്ത്യയിലുണ്ട്. അങ്ങനെയൊക്കെയുള്ള എല്ലാ അവകാശങ്ങളെയും കൊന്നൊടുക്കുവാൻ നിങ്ങൾ നോക്കുമ്പോൾ ഞങ്ങൾ അതിനെ പ്രതിരോധിക്കുക തന്നെ ചെയ്യും. വടകരയ്ക്കൊരു സിറ്റിംഗ് MP ഉണ്ടായിരുന്നു, ശ്രീ കെ മുരളീധരൻ. അദ്ദേഹം ഇത്തവണ ഇവിടെ നിന്ന് തൃശ്ശൂരേക്ക് പോയി. അങ്ങനെയാണ് ഷാഫി പറമ്പിൽ, വടകരക്കാരനല്ലാത്ത ഷാഫി പറമ്പിൽ ഈ വടകരയിലേക്ക് വരുന്നത്. ഇപ്പോൾ ഞാൻ വരുമ്പോൾ വടരേൻ്റെ ഷാഫി എന്നൊക്കെ പോസ്റ്റർ കണ്ടെങ്കിലും അദ്ദേഹം വടകരക്കാരനല്ല. അങ്ങനെ കെ മുരളീധരനെ ഇവിടെ നിന്ന് തൃശ്ശൂരേക്ക് അയക്കേണ്ട അടിയന്തര സാഹചര്യം എന്തായിരുന്നു? മുരളീധരനെ വടകരയിൽ നിന്ന് മാറ്റുന്നത് തൃശ്ശൂർ പിടിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ്. തൃശ്ശൂരിൽ ഏറ്റവും ഫിറ്റിനഫായ കാൻഡിഡേറ്റ് മുരളീധരനാണെന്ന് പാർട്ടി ഒരു തീരുമാനമെടുക്കുന്നു. കാരണം ഈ സംസ്ഥാനത്തിനകത്ത് BJPക്ക് ഒരു സീറ്റ് പോലും കൊടുക്കുവാൻ താല്പര്യം ഞങ്ങൾക്കില്ല. കേരളത്തിൽ BJPയുടെ അക്കൗണ്ട് 0 ആയി തന്നെ നിലനിൽക്കണം എന്ന നിർബന്ധ ബുദ്ധി ഉള്ളതുകൊണ്ടാണ് എല്ലാ കാലത്തും BJPക്ക് എതിരായിട്ടുള്ള പോരാട്ടത്തിൽ ഞങ്ങളുടെ ജയന്റ് കില്ലറായിട്ടുള്ള മുരളീധരനെ തൃശ്ശൂരിലേക്ക് അയക്കുന്നത്. അപ്പോൾ വടകരയിൽ എന്തെങ്കിലും നഷ്ടം വരുന്നുണ്ടോ? ഇല്ല. വടകരയിൽ ഇതുപോലെ തന്നെ BJPയെയും CPMനെയും പരാജയപ്പെടുത്തിയിട്ട് വന്ന ഷാഫി പറമ്പിൽ എന്ന യുവാക്കളുടെ ആവേശമായി മാറിയ ആളെ ഞങ്ങൾ വടകരയിൽ മത്സരിക്കുമ്പോൾ വടകരയും ഞങ്ങൾ ജയിക്കും, ഞങ്ങൾ തൃശ്ശൂരും ജയിക്കും. അവിടെ ഈ സുരേന്ദ്രൻ പറഞ്ഞതുപോലെയല്ല, പാലക്കാട് ബൈ ഇലക്ഷൻ ഉണ്ടാവും, അവിടെയും വലിയ ഭൂരിപക്ഷത്തിൽ ഞങ്ങൾ ജയിക്കാൻ പോകും ശ്രീഭിലാഷേ, അതിനകത്തൊന്നും തർക്കമില്ല. പിന്നെ അതിനൊക്കെ അപ്പുറം ഈ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ മത്സരിക്കുന്നത്, നിങ്ങൾ പറഞ്ഞല്ലോ, ഞങ്ങൾ മത്സരിക്കുന്നത് ഇന്ത്യയെ നിലനിർത്താനാണ്. രാഹുൽ മാങ്കൂട്ടത്തിൽ ഞങ്ങൾ ഇന്ത്യയെ നിലനിർത്താനുള്ള പോരാട്ടത്തിലാണ് എന്ന് പറയുമ്പോൾ അദ്ദേഹം പറയാതെ പറയുന്ന ഒരു കാര്യമുണ്ട്, നിങ്ങൾ ചിഹ്നം നിലനിർത്താനുള്ള പോരാട്ടത്തിലാണെന്ന്. ഇന്ത്യയെ നിലനിർത്താനുള്ള പോരാട്ടം എന്നൊക്കെ കോൺഗ്രസിൻ്റെ നേതാക്കന്മാർ മൈക്ക് കാണുമ്പോൾ പറയുന്നതേ ഉള്ളൂ. ഈ മൈക്കിന് മുമ്പിലുള്ള തള്ളല്ലാതെ സൂക്ഷ്മമായി ഓരോ കാര്യവും പരിശോധിച്ചാൽ ഇന്ത്യയെ നിലനിർത്താനുള്ള പോരാട്ടമില്ല. ഞാൻ പറയാം, ഇപ്പോൾ ഇവരുടെ KC വേണുഗോപാൽ കോൺഗ്രസിൻ്റെ ദേശീയ തലത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട പോസ്റ്റിരിക്കുന്ന ആളാണ്. അയാൾ മത്സരിക്കുന്നത് ആലപ്പുഴയിലാണ്. അയാൾ നിലവിൽ രാജസ്ഥാനിൽ നിന്നുള്ള MP-യാണ്. അപ്പോൾ ഇന്ത്യയുടെ പാർലമെൻറ്റ് സംവിധാനത്തിൽ രാജ്യസഭയ്ക്കുള്ള പങ്കിനെക്കുറിച്ച് ഞാൻ വിശദീകരിക്കണ്ടല്ലോ. ഇപ്പോൾ രാജ്യസഭാ അംഗമായിട്ടുള്ള ഒരാൾ ആലപ്പുഴയിൽ വന്ന് മത്സരിക്കുന്നതിൽ തെറ്റൊന്നുമില്ല. പക്ഷേ ആലപ്പുഴയിൽ ഇയാൾ ജയിച്ചാൽ പകരം ആര് രാജ്യസഭയിൽ പോവും? രാജസ്ഥാനിൽ നിന്ന്. ഇപ്പോൾ രാജസ്ഥാനിൽ നിന്ന് ഒരാൾ രാജ്യസഭയിൽ എത്തുക എന്ന് പറഞ്ഞാൽ അപകടത്തിലേക്ക് പോകുന്ന ഇന്ത്യ കൂടുതൽ അപകടത്തിലേക്ക് പോകും. കാരണം പല ബില്ലുകളും രാജ്യസഭയിൽ ഭൂരിപക്ഷമില്ലാത്തത് കൊണ്ടാണ് BJPക്ക് മാറ്റിവെക്കേണ്ടി വരുന്നത്. ഒന്നാമത്തെ കാര്യം. പിന്നെ കേരളത്തിൽ അക്കൗണ്ട് പൂട്ടിച്ചല്ലോ. ആരാ അക്കൗണ്ട് പൂട്ടിക്കുമെന്ന് പറഞ്ഞത്? കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു, ഒരു സീറ്റുണ്ട്, അത് ഞങ്ങൾ പൂട്ടിക്കും. അത് പൂട്ടിച്ചു. അത് പൂട്ടിച്ച ആ അക്കൗണ്ട് തുറന്നു കൊടുക്കാൻ പാലക്കാട് നമുക്ക് കാണാമല്ലോ. ഇവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവാണ് രാഹുൽ ഗാന്ധി. രാഹുൽ ഗാന്ധി കഴിഞ്ഞ ജനുവരിയിലാണ് ഇവിടെ അരുണാചൽ പ്രദേശിൽ ഭാരത് ജോഡോ യാത്ര നയിച്ചത്. രാഹുൽ ഗാന്ധി ഏറ്റവും പ്രധാനപ്പെട്ട നേതാവ് അരുണാചൽ പ്രദേശിൽ ഭാരത് ജോഡോ യാത്ര നയിച്ചിട്ട് ഇപ്പോൾ അരുണാചൽ പ്രദേശിൽ ഇന്നലെ ആയിരുന്നു അവിടെ സംസ്ഥാന ഇലക്ഷനിൽ നോമിനേഷൻ കൊടുക്കേണ്ട സമയം. 5 സീറ്റിൽ കൊടുത്തിട്ടില്ല. ആര് കൊടുത്തിട്ടില്ല? കോൺഗ്രസ് കൊടുത്തിട്ടില്ല. ആര് ജയിച്ചു? 5 MLA-മാരെ BJP കൊടുത്തു. അതാണ് വലിയ പോരാട്ടം. KC വേണുഗോപാൽ മത്സരിച്ച കുഴപ്പം, രാഹുൽ ഗാന്ധി മത്സരിക്കുന്ന കുഴപ്പം, ഷാഫി പറമ്പിൽ മത്സരിക്കുന്ന കുഴപ്പം, മുരളീധരൻ മത്സരിക്കുന്ന കുഴപ്പം. ഒരു കാര്യം ചെയ്യും, ഇവരാരും നോമിനേഷൻ കൊടുത്തിട്ടില്ല. സനോജ് AKG സെൻറ്ററിൽ നിന്ന് ഒരു വെള്ള പേപ്പറിൽ എഴുത്താൽ ഞങ്ങളുടെ ആരൊക്കെ മത്സരിക്കണം, ആരൊക്കെ മാറി നിൽക്കണം, ഇങ്ങനെ അറിയാൻ പാടുണ്ടോ? ഇപ്പോൾ ആലപ്പുഴയിൽ ഈ രാജ്യത്ത് ഇപ്പോൾ നടക്കുന്ന തെരഞ്ഞെടുപ്പ് ഏതാ ശ്രീ അഭിലാഷേ? ഇപ്പോൾ നടക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പ്. ഇന്ത്യയുടെ പ്രധാനമന്ത്രിയെ മാറ്റേണ്ടുന്ന ആരാണ്? നരേന്ദ്രമോദിയെ മാറ്റണമെങ്കിൽ രാജ്യസഭയിലെ ഭൂരിപക്ഷമാണോ വേണ്ടത്? കേരള നിയമസഭയിലെ ഭൂരിപക്ഷമാണോ വേണ്ടത്? തലശ്ശേരി മുനിസിപ്പാലിറ്റിയിലെ ഭൂരിപക്ഷമാണോ വേണ്ടത്? അല്ല. ലോക്സഭയിൽ എണ്ണം കൂടണം. ലോക്സഭയിൽ 273 എന്ന മാജിക് നമ്പറിലേക്ക് എത്തണമെങ്കിൽ എന്ത് ചെയ്യണം? കോൺഗ്രസിൻ്റെ അംഗസംഖ്യ വർദ്ധിക്കണം. അതുകൊണ്ടാണ് കഴിഞ്ഞ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾക്ക് നഷ്ടമായ ഈ ആലപ്പുഴ സീറ്റ്, ആ ആലപ്പുഴ സീറ്റ് തിരിച്ചു പിടിച്ച് കോൺഗ്രസിൻ്റെ അംഗസംഖ്യ വർദ്ധിപ്പിക്കുവാൻ വേണ്ടി സാക്ഷാൽ KC വേണുഗോപാൽ മത്സരിക്കാൻ വരുന്നത്. ഞങ്ങൾ ലോക്സഭയിൽ നരേന്ദ്രമോദിയെ താഴെ ഇറക്കിയതിന് ശേഷം പിന്നെ രാജ്യസഭയൊക്കെ ഞങ്ങൾ കൈകാര്യം ചെയ്തോളാം. ഇനി ഈ രാജസ്ഥാനിലെ രാജ്യസഭയെ പറ്റി ശ്രീ സനോജിന് ഇപ്പോൾ വല്ലാത്ത ദണ്ണ. ഈ രാജസ്ഥാനിൽ നിന്ന് KC വേണുഗോപാൽ രാജ്യസഭയിലേക്ക് മത്സരിച്ച തെരഞ്ഞെടുപ്പ് അംഗോർക്കുന്നുണ്ടായിരിക്കുമല്ലോ. ആ തെരഞ്ഞെടുപ്പിൽ രാജസ്ഥാനിൽ CPMൻ്റെ ഒരു MLA ഉണ്ടായിരുന്നല്ലോ ശ്രീ സനോജ്, എന്താ പേര്? ബൽവാൻ പൂനിയ. ആ ബൽവാൻ പൂനിയക്കെതിരായിട്ട് നിങ്ങൾ അച്ചടക്ക നടപടിയെടുത്തു, 1 വർഷങ്ങളെ പുറത്താക്കി. ശ്രീ അഭിലാഷ് ഓർമ്മയുണ്ടല്ലോ, എന്തായിരുന്നു കാരണം? രാജസ്ഥാനിൽ രാജ്യസഭാ തെരഞ്ഞെടുപ്പിൽ ബൽവാൻ പൂനി എന്ന CPM MLA KC വേണുഗോപാൽ വോട്ട് ചെയ്തപ്പോൾ അച്ചടക്ക നടപടിയെടുത്തു. പോട്ടെ, ഈ കോൺഗ്രസ് MLAക്ക്, കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിക്ക് എന്തിനാണ് വോട്ട് ചെയ്യുന്നത് ചോദിക്കാം. അങ്ങനെയാണെങ്കിൽ ബൽവാൻ പൂനിയയ്ക്ക് പിന്നീടുണ്ടായിരുന്ന ഓപ്ഷൻ ഏതായിരുന്നു? BJPയുടെ സ്ഥാനാർത്ഥിയല്ലേ KC വേണുഗോപാൽ എതിരായിട്ട് മത്സരിച്ചത്. അതായത് BJPയുടെ സ്ഥാനാർത്ഥിക്ക് വേണ്ടി വോട്ട് ചെയ്യാത്തതിൻ്റെ പേരിൽ
സ്വന്തം MLA പുറത്താക്കിയ പാരമ്പര്യമുള്ള ഒരു രാജ്യസഭാ സീറ്റ് പാർലമെന്ററി പാർട്ടി അബ്സ്റ്റൈൻ ചെയ്യാന്നുള്ളതായിരുന്നു. ഞാൻ പറയട്ടെ, നിൽക്കുക എന്നുള്ളത്. വിട്ടു നിന്നിട്ട് ആരെ സഹായിക്കാനാ ശ്രീ അഭിലാഷേ? അല്ല, ആ തെരഞ്ഞെടുപ്പിൽ ബൽവൻ പൂനിയയുടെ വോട്ട് കെ.സി. വേണുഗോപാലിന്റെ വിജയത്തിന് അനിവാര്യമായിരുന്നില്ല. സഹായിക്കാനാ ഞാൻ ചോദിച്ചോട്ടെ, ഈ രാജ്യത്ത് നിർണായകമായ ഒരു രാജ്യസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്നു. എത്ര തെരഞ്ഞെടുപ്പുകൾ നമ്മൾ കണ്ടു, ഏതെല്ലാം അട്ടിമറികൾ നമ്മൾ കണ്ടു. അങ്ങനെ ഒരു തെരഞ്ഞെടുപ്പിൽ BJPയെ തോൽപ്പിക്കാൻ വോട്ട് ചെയ്ത ബൽവാൻ പൂനിയ, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ അദ്ദേഹത്തിന് സംസ്ഥാന സെക്രട്ടറിയുടെ ചുമതല കൂടിയുണ്ട്. ആ ആൾക്കെതിരായിട്ട് നടപടി എടുത്തിട്ട് വന്നിട്ട് രാജസ്ഥാനിലെ രാജ്യസഭാ സീറ്റിനെ പറ്റിയൊക്കെ വല്ലാതെ തന്നപ്പെട്ടാൽ തലശ്ശേരി അങ്ങാടിയിലൊന്നും ഓടില്ല. അതവിടെ നിൽക്കട്ടെ. BJPയെ സംബന്ധിച്ച് നോക്കൂ, ഇപ്പൊ ഇവർ തന്നെ പരസ്പരം ആരോപിക്കുന്നത് BJPയെ നിങ്ങളാണ് തുണയ്ക്കുന്നത് എന്നാണ്. അതിന്റെ വസ്തുത എന്തും ആയിക്കൊള്ളട്ടെ, BJPയെ തുണച്ചാൽ എന്തോ കുഴപ്പമാണ് എന്നുള്ളതാണ് കേരളത്തിന്റെ പൊതുരാഷ്ട്രീയം എന്നല്ലേ അത് സൂചിപ്പിക്കുന്നത്? ഇവർ കേരളത്തിൽ നിന്ന് ഇങ്ങനെ പറയാന്നല്ലാതെ ഇവിടുന്ന് 1.5 കിലോമീറ്റർ കഴിഞ്ഞാൽ മാഹി കഴിഞ്ഞാൽ ഇവർ രണ്ടുപേരും ഒന്നാ ഒരേ സ്റ്റേജിൽ വരേണ്ടവരാ. എന്തിനാ ഇങ്ങനെ അടി കഴിയുന്നത്? ഇവിടുന്ന് ഇങ്ങനെ അടി കഴിയേണ്ട ആവശ്യമില്ല. 1.5 കിലോമീറ്റർ മാഹി പാലം കഴിഞ്ഞാൽ 14 രൂപ പെട്രോൾ കുറവുള്ള ഒരു സ്ഥലമുണ്ട് പോണ്ടിച്ചേരി. അവിടെ ഇവർ രണ്ടുപേരും ഒരേ സ്റ്റേജിൽ വരും. യെച്ചൂരിയും വരും, ഈ പറയുന്ന രാഹുൽ ഗാന്ധിയും വരും. ഇവർ ഈ വടകരയിൽ വന്നിട്ട് ഈ തമ്മിലടിപ്പിക്കുന്ന ജനങ്ങളെ രണ്ടുപേരെ വേർതിരിവായിട്ട് രണ്ടുപേരും കൈയടിക്കപ്പെടുന്നു. ഈ കൈയടിക്കുന്ന ആളുകൾ അവിടെ പോയിട്ട് ഒന്നിച്ച് കൈയടിക്കും. ഇതാണ് ഇവരുടെ രാഷ്ട്രീയം. ഇവരാകെ കേരളത്തിൽ നിന്ന് കരയാണ്. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഇടതുപക്ഷം മത്സരിക്കുന്നത് ഈനാമ്പേച്ചിയും മരപ്പട്ടിയും ചിഹ്നം കിട്ടാതിരിക്കാണ്. ഞാൻ ചോദിക്കട്ടെ, ഇവർ രണ്ടുപേരോടും ആരാണ് പ്രധാനമന്ത്രി? ഈ പാർട്ടിയിൽ നിന്നുണ്ടോ? ഇന്ത്യ മുന്നണിയിൽ നിന്നുണ്ടോ? ഏത് മുന്നണിയിൽ ആരാ ഉള്ളത്? മമത പോയി, വേറെ എവിടെയാണ് ഉള്ളത്? ഏതെങ്കിലും ഒരാളെ പറയും നല്ലൊരു മുഖ്യമന്ത്രി പ്രധാനമന്ത്രിയാക്കാൻ. രാഹുലിനെ ആക്കൂല എന്ന് പറയുന്ന ആര് പറയുന്നു? സനോജിന്റെ പാർട്ടി പറയുന്നു. രാഹുൽ, ഞാൻ ചോദിക്കട്ടെ, ഞങ്ങളോട് പോരാടുന്നതാണെങ്കിൽ വയനാട് വന്നിട്ടാണോ മത്സരിക്കേണ്ടത്? വാരാണസി പോയി മത്സരിക്കണം. എവിടെയൊക്കെ മത്സരിക്കാനുണ്ട് സ്ഥലം? നോർത്ത് ഇന്ത്യയിൽ എവിടെയാണ് നല്ല മത്സരം നടക്കുന്നത്? ഞങ്ങളോട് മത്സരിക്കാൻ ഇവരെവിടെയുണ്ട്? ഇവിടെ കേരളത്തിൽ വന്ന് 20 സീറ്റ് നേടുന്നതിന് വേണ്ടിയിട്ട് ഇവിടെ ജനങ്ങളെ കണ്ണ് പൊടിയിടുകയാണ്. ശരി, ഇവിടെ നോക്കൂ. ഇനി ശ്രീ രാഹുൽ മാങ്കൂട്ടത്തിൽ, ഈ തെരഞ്ഞെടുപ്പ് ദേശീയ തെരഞ്ഞെടുപ്പാണ്. കേരളത്തിലെ 20 സീറ്റുകളിൽ മാത്രമല്ല തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. ഞങ്ങളാണ് ബദൽ എന്ന് പറയുമ്പോൾ കഴിഞ്ഞ 2 തവണയും ഔദ്യോഗികമായി പ്രതിപക്ഷ നേതൃ പദവിക്ക് അർഹമാകാനുള്ള 10% നമ്പർ കൂടെ ഉണ്ടായിരുന്നില്ല. ഈ തവണ അങ്ങനെ ഉണ്ടാകുമെന്ന ആത്മവിശ്വാസം കോൺഗ്രസിനുണ്ടോ എന്ന് എനിക്കറിയില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ ജനങ്ങൾ അത് എത്രമാത്രം വിശ്വസിക്കുന്നു എന്നുള്ളത് പ്രശ്നമാണ്. അപ്പോൾ ഞങ്ങളെ BJPയെ പുറത്തു നിർത്താൻ വിജയിപ്പിക്കൂ എന്ന് പറയുമ്പോൾ എത്രമാത്രം നിങ്ങൾ ജയിക്കുമെന്ന പ്രതീക്ഷ സ്വയമുണ്ട്? ഞങ്ങൾക്ക് ഇത്തവണ കുറെ കൂടി മെച്ചപ്പെടാൻ പറ്റുമെന്നുള്ള ശുഭാപ്തി വിശ്വാസമുണ്ട്. ഞങ്ങൾ ഒറ്റയ്ക്ക് ഭരിക്കുമെന്ന് പറയുന്നല്ലോ ശ്രീ അഭിലാഷേ. അതുകൊണ്ടല്ലേ വിശാലമായ സഖ്യം. ഞങ്ങളെ എല്ലാ കാലഘട്ടത്തിലും എതിർത്ത് രൂപം കൊണ്ടൊരു പാർട്ടിയല്ലേ ആം ആദ്മി പാർട്ടി. എന്തുകൊണ്ടാണ് സഖ്യം ഉണ്ടാക്കിയത്? കാരണം ഈ തെരഞ്ഞെടുപ്പിൽ നരേന്ദ്രമോദി താഴെ വരണമെന്ന് ആഗ്രഹമുള്ളതുകൊണ്ടാണ്. ഞാൻ ചോദിച്ചോട്ടെ, നമ്മൾ വരില്ല എന്ന് ശ്രീ അഭിലാഷ് എങ്ങനെയാണ് പറയാൻ കഴിയുക? ഉത്തർപ്രദേശിൽ കോൺഗ്രസിൻ്റെ സ്ഥിതിയല്ലേ, അല്ലെങ്കിൽ ഞങ്ങളുടെ സ്ഥിതിയല്ലേ മെച്ചപ്പെടുകയുള്ളൂ? കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ആകെ ലഭിച്ച സീറ്റ് ഒറ്റ സീറ്റ്. ഇത്തവണ മുകളിലോട്ടല്ലേ പോകുള്ളൂ? ഇനി രാജസ്ഥാനിൽ BJPക്ക് ഇതിനപ്പുറം മെച്ചപ്പെടാൻ കഴിയുമോ? കഴിഞ്ഞ തവണ എല്ലാ സീറ്റിലും അവർ ജയിച്ചു. ഇത്തവണ എത്ര സീറ്റ് വന്നാലും ഞങ്ങൾക്ക് നേട്ടമല്ലേ? ഇവർക്ക് പിന്നെ ഏത് സീറ്റിലാണ് BJPക്ക് എണ്ണം കൂട്ടാൻ കഴിയുക? രാജസ്ഥാനിൽ കഴിയുമോ? ഗുജറാത്തിൽ കഴിയുമോ? ഉത്തർപ്രദേശിൽ കഴിയുമോ? മധ്യപ്രദേശിൽ കഴിയുമോ? ഈ എല്ലാ സീറ്റിലും കൂടെ ചേർത്തിട്ട് 5 സീറ്റിൽ കഴിഞ്ഞ ഞങ്ങൾ ജയിച്ചിട്ടുള്ളൂ. അവിടെ നിന്ന് നിങ്ങൾ ദക്ഷിണേന്ത്യ എടുക്കൂ. കേരളത്തിൽ 20-0 BJPക്ക് ഒരു സീറ്റ് കിട്ടുമോ? തമിഴ്നാട്ടിൽ അദ്ദേഹം പറഞ്ഞു രാഹുൽ ഗാന്ധി എന്താ വാരണാസിയിൽ വരാത്തതെന്ന്. തിരിച്ച് ആ ഉട്ടോപ്യൻ ചോദ്യം ചോദിക്കാൻ നിന്ന് പിന്നെ നരേന്ദ്രമോദിയോട് വയനാട്ടിൽ വരാൻ പറ, അല്ലെങ്കിൽ തൃശ്ശൂരിൽ വരാൻ പറ, വടകരയിൽ വരാൻ പറ, കണ്ണൂർ വരാൻ പറ, വന്ന് മത്സരിക്കാൻ പറ. പോട്ടെ, തമിഴ്നാട്ടിൽ നിന്ന് മത്സരിക്കുമെന്ന് പറഞ്ഞായിരുന്നല്ലോ. തമിഴ്നാട്ടിൽ 2 സീറ്റ് നരേന്ദ്രമോദിക്ക് വേണ്ടി സർവേ നടത്തിയല്ലോ. എന്താ റിസൾട്ട്? നരേന്ദ്രമോദി മത്സരിക്കുന്നില്ല. കാരണം എന്താ? സാക്ഷാൽ നരേന്ദ്രമോദി മത്സരിച്ചാൽ പോലും തമിഴ്നാട്ടിൽ ഒരു സീറ്റിലും ജയിക്കില്ല എന്ന് ബോധ്യമുണ്ട്. അപ്പോൾ 39, 20, 39 എത്ര ഐ സി അഭിലാഷേ? 59. നിങ്ങൾ കർണാടകയിൽ 28. കഴിഞ്ഞ തവണ ഞങ്ങൾ കിട്ടിയത് ഒറ്റ സീറ്റ്. ഇത്തവണ മെച്ചല്ലേ? ഞങ്ങളുടെ ഗവൺമെന്റ് അല്ലേ? നിങ്ങൾ തെലുങ്ക് എടുക്കൂ 17 സീറ്റ്, നിങ്ങൾ ആന്ധ്ര എടുക്കൂ 25 സീറ്റ്, മഹാരാഷ്ട്ര എടുക്കൂ 48 സീറ്റ്. ഇവിടെയൊക്കെ BJPക്ക് എത്ര സീറ്റാണ് കിട്ടാൻ പോകുന്നത്? അതുകൊണ്ട് BJPക്കാരൻ പടച്ചു വിടുന്ന സർവേകളിലൊന്നും കാര്യമില്ല. ഈ തെരഞ്ഞെടുപ്പിൽ മതേതര ജനാധിപത്യ മുന്നണിക്ക്, കോൺഗ്രസ് ഒറ്റയ്ക്ക് ഈ രാജ്യത്ത് അധികാരത്തിലേക്ക് എത്താൻ കഴിയുന്നില്ലല്ലോ. ഞങ്ങളുടെ ആവശ്യം കോൺഗ്രസിന്റെ പ്രധാനമന്ത്രി ഉണ്ടാവുക എന്നതിനപ്പുറം BJPയുടെ പ്രധാനമന്ത്രി ഉണ്ടാകാതിരിക്കുക. ആ ആവശ്യത്തിന് വേണ്ടിയിട്ടാണ് പോരാടുന്നത്. ഇവിടെ ഇപ്പോൾ ശ്രീ സനോജ്, നിങ്ങൾ 2 കൂട്ടരും LDF UDF പരസ്പരം മത്സരിക്കുകയാണ്. താങ്കൾ തന്നെ ഉദാഹരിച്ച രാജസ്ഥാൻ, ആ രാജസ്ഥാൻ ഇവിടെ രാഹുൽ മറുപടി പറയുന്നു, നിങ്ങളുടെ അണികൾ പരസ്പരം കൈയടിക്കുന്നു. നോക്കൂ, ഇതേ രാജസ്ഥാനിലെ സിക്കർ മണ്ഡലത്തിൽ CPIMന്റെ കേന്ദ്ര കമ്മിറ്റി അംഗം അമ്ര റാം മത്സരിക്കുന്നത് കോൺഗ്രസിന്റെ പിന്തുണയോടെയാണ്. അവിടെ അമ്ര റാമിനെ വിജയിപ്പിക്കാൻ വേണ്ടി പ്രസംഗിക്കുന്നത് PCC പ്രസിഡന്റാണ്, കോൺഗ്രസിന്റെ അധ്യക്ഷൻ. CPIM ദേശീയ തലത്തിലെടുക്കുന്ന നിലപാടിന്റെ തെളിമയാണ്. ഇതൊന്നും രഹസ്യമായി മത്സരിക്കുന്നതല്ലോ അഭിലാഷേ. ഇതൊക്കെ വളരെ കൃത്യമായിട്ടും രാജ്യത്ത് ഇന്ന് നരേന്ദ്രമോദിയുടെ ഭരണം അവസാനിപ്പിക്കാൻ ഏതെല്ലാം വഴികൾ തേടാൻ വേണ്ടി കഴിയുമോ ആ വഴിയെല്ലാം CPIM തേടും. ഞങ്ങൾ നേരത്തെയും BJPയെ മാറ്റി നിർത്തിയല്ലോ. നേരത്തെ വാജ്പേയി ഗവൺമെൻറ്റിൻ്റെ കാലത്ത് അതിൻ്റെ തുടർച്ചയിൽ എന്തുകൊണ്ട് അവർക്ക് തുടരാൻ കഴിഞ്ഞില്ല? CPM സ്വീകരിച്ച ഏറ്റവും ശരിയായ നിലപാടാണ്. ഒരു മന്ത്രിസ്ഥാനം പോലും വാങ്ങിക്കാതെ പുറത്തു നിന്ന് പിന്തുണച്ചു.
അത് ഞങ്ങളുടെ ഏറ്റവും ശരിയായ രാഷ്ട്രീയ നിലപാട്. പിന്നെ രാജസ്ഥാനിലെ കാര്യമൊക്കെ ഇവിടെ പറഞ്ഞു. ഞങ്ങളുടെ MLA-ക്കെതിരായി നടപടിയെടുത്തിട്ടുണ്ടെങ്കിൽ അത് ഞങ്ങളുടെ കരുത്താണ്. ഇവരുടെ MLA, ഇവരുടെ മന്ത്രി, മുഖ്യമന്ത്രി, KPCC അധ്യക്ഷന്മാർ ആര് തന്നെ ഇവരുടെ സംഘടനാ വിരുദ്ധമായ നിലപാടിലേക്ക് പോയാൽ, BJP-യിലേക്ക് പോയാൽ ഒരു നടപടിയും ഇവർക്ക് എടുക്കാൻ കഴിയില്ല. പിന്നെ കോൺഗ്രസ്സിന് എന്തിനു വോട്ട് ചെയ്യണം? നിങ്ങളിപ്പോൾ ഈ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം എന്താ? ഈ തെരഞ്ഞെടുപ്പിൽ രാജ്യം ചർച്ച ചെയ്യുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം ഒന്ന് ഇലക്ട്രൽ ബോണ്ടുമായി ബന്ധപ്പെട്ട വിഷയമാണ്. ആ ഇലക്ട്രൽ ബോണ്ടുമായി ബന്ധപ്പെട്ട വിഷയത്തിനകത്ത് ഇന്നിപ്പോൾ നമ്മുടെ സംസ്ഥാനത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്ഥാപനം BEML, പാലക്കാട് ആസ്ഥാനമായിട്ടുള്ള BEML ഏതാണ്ട് 54,500 കോടി ആസ്തിയുള്ള സ്ഥാപനമാണ്. ആ സ്ഥാപനം സ്വകാര്യ വ്യക്തികൾക്ക് കൊടുക്കുകയാണ്, മേഘാ ഗ്രൂപ്പിന് കൊടുക്കുകയാണ്. ഏതാ മേഘാ ഗ്രൂപ്പ്? മേഘാ ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ ഈ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ പാർട്ടി 320 കോടി ഇലക്ട്രൽ ബോണ്ടിൽ കൂടി വാങ്ങിയ ഗ്രൂപ്പാണ്. ഏതാണ്ട് 714 കോടി BJP വാങ്ങി. അങ്ങനെ 714 320 കൂടി 1034 കോടി BJP-ക്കും കോൺഗ്രസിനും കൈക്കൂലി കൊടുത്തിട്ട് 50,400 കോടി ആസ്തിയുള്ള ഒരു പൊതുമേഖലാ സ്ഥാപനം ചുളുവിൽ മേഘാ ഗ്രൂപ്പ് അടിച്ചെടുക്കുന്നു. ഒരക്ഷരം കോൺഗ്രസിൻ്റെ MP ഇന്ത്യയുടെ പാർലമെന്റിൽ ഉന്നയിച്ചോ? ഒരക്ഷരം പറഞ്ഞില്ല. പറയാൻ കഴിയില്ല. എന്തുകൊണ്ടാ? പണം വാങ്ങിപ്പോയി. ഇടതുപക്ഷത്തിൻ്റെ MP 2017 MP രാജേഷ് ഇന്ത്യയുടെ പാർലമെന്റിൽ ഇതുമായി ബന്ധപ്പെട്ട ആദ്യ നീക്കം ഗവൺമെന്റ് നടത്തിയപ്പോൾ അത് പാടില്ല എന്ന് എഴുന്നേറ്റെന്ന് പ്രസംഗിച്ച ആളാണ് MP രാജേഷ്. പക്ഷെ ശ്രീകണ്ഠൻ ഒരു അക്ഷരം പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് രാജ്യത്തെ ജനങ്ങൾ ഇത് കാണുന്നുണ്ട്. പൊതുമേഖല വിൽക്കുന്ന കാര്യത്തിൽ, രാജ്യത്തെ ഇലക്ട്രൽ ബോണ്ടുമായി ബന്ധപ്പെട്ട വിഷയത്തിനകത്ത്, അഴിമതിയുടെ കാര്യത്തിൽ BJP വിഴുങ്ങുന്നതിൻ്റെ ഉച്ഛിഷ്ടം ഭക്ഷിക്കുന്നവരായിട്ട് കോൺഗ്രസ് മാറുകയാണ്. 740 കോടി BJP ഇലക്ട്രൽ ബോണ്ട് വഴി മേഘാ ഗ്രൂപ്പിൽ നിന്നും അടിച്ചെടുത്തപ്പോൾ അതിൻ്റെ 320 കോടി കോൺഗ്രസ് വാങ്ങിയിട്ട് മിണ്ടാതിരിക്കുകയാ. എന്നിട്ട് ഇവർ വോട്ടഭ്യർത്ഥിക്കുക ഈ നാട്ടിലെ ജനങ്ങളോട് പൊതുമേഖല കൊള്ളയടിക്കാൻ വേണ്ടി. ആര് വോട്ട് ചെയ്യാൻ? ശ്രീ സനോജ് കുറേ നേരമായിട്ട് ഈ ഇലക്ട്രൽ ബോണ്ട് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക. ഈ ഇലക്ട്രൽ ബോണ്ടിൽ ശ്രീ അഭിലാഷിൻ്റെ സ്പ്ലിറ്റപ്പ് ഉണ്ടല്ലോ. ഇലക്ട്രൽ ബോണ്ടിൽ ഏറ്റവും കൂടുതൽ സംഭാവന ചെയ്തിട്ടുള്ള ആളുകളിൽ ഒരാളെ മലയാളിക്കറിയാം, പ്രത്യേകിച്ച് തലശ്ശേരിക്കാർക്കറിയാം. ആ ആളുടെ പേര് സാന്റിയാഗോ മാർട്ടിൻ എന്നാണ്. ഇലക്ട്രൽ ബോണ്ടിൽ ഏറ്റവും കൂടുതൽ പണം കൊടുത്തിരിക്കുന്ന ആൾ. അപ്പം CPM ഇലക്ട്രൽ ബോണ്ട് വാങ്ങുന്നില്ല. അല്ലാതെ വളരെ രഹസ്യമായിട്ട് EP ജയരാജൻ പോയിട്ട് 2 കോടി ഇങ്ങ് തന്നേരെ എന്ന് പറയുമ്പം ഷെൽഫിൽ നിന്ന് എടുത്തു കൊടുക്കുന്ന അഴിമതി പണത്തിൻ്റെ ബന്ധം സാന്റിയാഗോ മാർട്ടിനും CPM തമ്മിലുണ്ട്. ചർച്ചയ്ക്കിടയിൽ ഒരു അടിസ്ഥാനവും ഇല്ലാതെ ഈ CPM-കാരും BJP-ക്കാരും തെരഞ്ഞെടുപ്പ് എടുക്കുമ്പോൾ കള്ളം മാത്രമേ പറയൂ, അല്ലാത്തപ്പോഴും തന്നെ ഉള്ളൂ. അത് വിട്ടേരെ. ഒരു അടിസ്ഥാനവും ഇല്ലാതെ പറയുകയാണ്. നേരത്തെ പൊതുമേഖലാ സ്ഥാപനമായ BEML വിൽക്കാൻ നേരം VK ശ്രീകണ്ഠൻ എതിർത്തില്ല. 2 കാര്യമാണ്. ഒന്നൊരു പൊതുമേഖലാ സ്ഥാപനം വിൽക്കുമ്പോൾ ആ പ്രദേശത്ത് MP-യെ വിളിച്ചിട്ട് ഈ പൊതുമേഖലാ സ്ഥാപനം ഞങ്ങളൊന്ന് വിറ്റോട്ടെ എന്ന് ചോദിക്കുന്ന കീഴ്വഴക്കില്ല. ആകെ MP-ക്ക് ചെയ്യാൻ കഴിയുന്ന എന്താ? പാർലമെന്ററി ഇന്റർഫിയറൻസ്. ഇനി വേറെ വസ്തുത കൂടിയുണ്ട്. ഈ BEML വിൽക്കാൻ തത്വത്തിൽ തീരുമാനമെടുക്കുമ്പോൾ അവിടുത്തെ MP-യുടെ പേര് MP രാജേഷ് എന്നാ. പിന്നെ 2ാം തവണ അദ്ദേഹം ജയിക്കാത്ത ഞാൻ ഉത്തരവാദിയല്ല. അത് പോട്ടെ. ഇനി VK ശ്രീകണ്ഠൻ എതിർത്തിരുന്നോ? ഞാൻ പറഞ്ഞുതരാം, ഡേറ്റ് തരാം. താങ്കൾ ലോക്സഭയുടെ സൈറ്റ് ഒന്ന് എടുത്ത് പരിശോധിക്കൂ. 10/3/2021 ലോക്സഭയിലെ മാറ്റേഴ്സ് അണ്ടർ റൂൾ 377 അതിനകത്ത് നടത്തിയ ചർച്ചയ്ക്കകത്ത് അവിടുന്ന് എതിർത്തുകൊണ്ട്, അതായത് അർജ് ദ ഗവൺമെന്റ് നോട്ട് ടു പ്രൈവറ്റൈസ് BEML ആൻഡ് വിഡ്രോ സച്ച് എ മൂവ് ഇമ്മീഡിയറ്റ്ലി ഇൻ പാലക്കാട് എന്ന് പറഞ്ഞ് എതിർത്ത് പ്രസംഗിച്ച ആളുടെ പേര് പാലക്കാട് MP എന്ന. എൻ്റെ അറിവിൽ പാലക്കാട് MP VK ശ്രീകണ്ഠൻ 5/12/2023 2 തവണ ഇന്ത്യൻ പാർലമെന്റിനകത്ത് എതിർത്തതിൻ്റെ രേഖ ഇരിക്കുമ്പോൾ തന്നെ എന്തിനാണ് ശ്രീ സനോജ് ഇങ്ങനെ ഒരു ചർച്ചയൊന്ന് ഒരു മൊമെന്റിനെ പാസ് ചെയ്യാൻ വേണ്ടി പച്ചയ്ക്ക് കള്ളം പറയുന്നത്? ഇവിടെ ഇപ്പോൾ രാഹുൽ പറഞ്ഞത് ഈ BEML വിൽക്കുന്നത് ഞങ്ങളോട് പോയി ചോദിച്ചിട്ടില്ല. ഇപ്പോൾ BJP മറ്റെല്ലാ കാര്യവും ചെയ്യുന്നത് കോൺഗ്രസ് ഓഫീസിൽ രാവിലെ പോയി ചോദിച്ച് ഇവരെ പെർമിഷൻ എടുത്തിട്ടാണോ? ഇവർ എന്ത് കാര്യമാണ് ഈ പറയുന്നത്? CAA ആക്ട് രാജ്യത്ത് പൗരത്വ ഭേദഗതി കൊണ്ടുവന്നു. ഞങ്ങൾ എതിർത്തു, കോൺഗ്രസും എതിർത്തു. പക്ഷേ അത് രാവിലെ ഇവരോട് പോയി ചോദിച്ചിട്ടാണോ അത് കൊണ്ടുവന്നത്? ഞാൻ പറഞ്ഞത് BEML വിഷയത്തിൽ പറയട്ടെ. BEML എന്ന് പറഞ്ഞ സ്ഥാപനം 54,500 കോടി ആസ്തിയുള്ള സ്ഥാപനം വിൽക്കുന്ന ഘട്ടത്തിൽ കോൺഗ്രസ് എതിർപ്പുമായി വന്നില്ല. എന്തുകൊണ്ട് വന്നില്ല? കോൺഗ്രസ് അത് ഏറ്റെടുത്ത മേഘാ ഗ്രൂപ്പിൽ നിന്ന് 340 കോടി വാങ്ങി. എതിർത്തതിന്റെ തെളിവ് അദ്ദേഹം തെളിയിക്കട്ടെ. എതിർത്തതിന്റെ തെളിവ് എതിർത്തതിന്റെ തെളിവ് വരാം. ശ്രീ അഭിലാഷ് വരൂ. ഞാൻ കാണിച്ചു തരാം.
ഞാൻ കാണിച്ചുതരാം. ഓക്കേ, ഓക്കേ, ഞാൻ അടുത്ത കാണിച്ചുതരാം. അവസരത്തിലാണ്. Complete ചെയ്യട്ടെ, complete ചെയ്യട്ടെ, complete ചെയ്യട്ടെ. രാഹുൽ തന്നെ പറഞ്ഞത് Wait, wait, wait. രാഹുൽ തന്നെ പറഞ്ഞത് അല്ല, ഞങ്ങളെ കുറച്ച് എതിർക്കാത്തത് സനോജ് പറയും. ഞങ്ങളോട് ഇല്ല, സനോജ് പറയും, സനോജ് പറയും. നിങ്ങൾ ഇരിക്കൂ. ഞാൻ ഉന്നയിച്ച കാര്യം അല്ല, പറയട്ടെ, പറയട്ടെ, പറയട്ടെ. ബോണ്ട് വഴി കൈക്കൂലി വാങ്ങിയ അതേ പറയട്ടെ. കമ്പനിക്ക് ഈ സ്ഥാപനം വിൽക്കുമ്പോൾ നോക്കി നിന്നു. ദേശീയ തലത്തിലൊരു ഓൾട്ടർനേറ്റീവ് വേണം. കഴിഞ്ഞ 10 വർഷം ജനങ്ങളെ സംബന്ധിച്ച് ദുരിതങ്ങളുടെ കാലമായിരുന്നു, അഴിമതിയുടെ കാലമായിരുന്നു. ഇലക്ട്രൽ ബോണ്ട് അടക്കം ചൂണ്ടിക്കാണിച്ച് ഇവിടെ രണ്ട് മുന്നണികളും ബാധിക്കുന്നു. അപ്പോൾ ആ ഒരു കോണ്ടെക്സ്റ്റിൽ നിന്നുകൊണ്ടാണ് BJP നരേന്ദ്രമോദി സർക്കാരിന് ഇനിയും തുടർച്ച വേണമെന്ന് ആവശ്യപ്പെടുന്നത് കേരളത്തിലെ ജനങ്ങൾക്ക് മുമ്പിൽ. ഞാനിപ്പോൾ സനോജിനോട് ചോദിക്കാനുള്ളത്, കോൺഗ്രസിൻ്റെ ഐഡിയോളജിയോടാണോ പ്രശ്നം, അല്ലെ വ്യക്തികളോടാണോ? കാരണം തമിഴ്നാട്ടിലെ കോൺഗ്രസ്സുകാരനോട് വിരോധമില്ല, ആന്ധ്രയിലെ കോൺഗ്രസ്സുകാരനോട് വിരോധമില്ല, ബംഗാളിലെ കോൺഗ്രസ്സുകാരനോട് വിരോധമില്ല. തമിഴ്നാട്ടിൽ 2 സീറ്റ് DMKയും കോൺഗ്രസും കൂടി ഒരുമിച്ചുള്ള സീറ്റിൽ മത്സരിക്കുകയാണ് CPM. കേരളത്തിലെ കോൺഗ്രസ്സുകാരോട് വ്യക്തിവിരോധമാണോ? കോൺഗ്രസ് എന്ന് പറയുന്നത് കേരളത്തിൽ മാത്രമുള്ള കോൺഗ്രസ് ഉണ്ടോ, അല്ലെങ്കിൽ നാഷണൽ ലെവലിലുള്ള കോൺഗ്രസ് പറയുന്നുണ്ടോ? ഈ 2 കോൺഗ്രസ് ഉണ്ടോ? എനിക്കറിയാത്തതുകൊണ്ട് ചോദിക്കുക. കാരണം അവിടെയുള്ള കോൺഗ്രസ്സുമാരോട് വലിയ താല്പര്യം, കേരളത്തിലെ കോൺഗ്രസ്സുകാരോട് വലിയ വിരോധം. എന്തിനും ഇത് ഇവരോടുള്ള സ്നേഹമല്ല, ഇത് കേരളത്തിലെ ജനങ്ങളെ കണ്ണ് പൊടിയിട്ട് വോട്ട് മേടിക്കാൻ ഈ 2 കൂട്ടരുടെ പൊറോട്ട് നാടകമാണ്. ഈ നാടകത്തിൽ അഭ്യസ്തവിദ്യരായ ദൈവത്തിൻ്റെ സ്വന്തം നാട്ടിലെ നമ്മുടെയൊക്കെ വലിയ അഭിമാനത്തോടെ നമ്മളൊക്കെ ചിന്താശക്തിയുള്ള ആളുകളാണെന്ന് പറയുന്നവരാ. പക്ഷേ അവിടെ ചിന്താശക്തി നഷ്ടപ്പെടുത്തുന്ന സമീപനം ഇവർ 2 പേരും സ്വീകരിക്കുന്നത്. അതുകൊണ്ടാണ് പറ്റിക്കാൻ പറ്റുന്നത്. കേരളത്തിലെ ജനങ്ങൾ ഇവർ പറ്റിച്ചുകൊണ്ടിരിക്കുക. ഞാൻ പറഞ്ഞ നേരത്തെ തമിഴ്നാട്ടിലെ കോൺഗ്രസ്സുകാരോട് പ്രശ്നമില്ല, ബംഗാളിലെ കോൺഗ്രസ്സുകാരോട് പ്രശ്നമില്ല. എല്ലാം ഒരുമിച്ച് മത്സരിക്കുക, ഒരു ചിഹ്നത്തിൽ മത്സരിക്കുക, ഒരു സ്റ്റേജിൽ പ്രത്യക്ഷപ്പെടുന്നു, ഒരുമിച്ച് ഭക്ഷണം കഴിക്കുന്നു, ഒരുമിച്ച് യാത്ര ചെയ്യുന്നു. ഇവിടെ വരുമ്പോൾ 2 വാഹനത്തിൽ വരുന്നു. മാഹിപ്പാലം വരെ ഒരുമിച്ച് ഒരു വാഹനത്തിലാണ് വരുന്നത്. മാഹിപ്പാലത്തിൻ്റെ അപ്പോൾ KTCയുടെ പമ്പിലെത്തിയാൽ 2 വണ്ടി വരും. CPMൻ്റെ വണ്ടി അപ്പുറം വരും, കോൺഗ്രസിൻ്റെ വണ്ടി ഇപ്പുറം വരും. 2 മാറിക്ക് വരും. എന്നിട്ട് ഈ പാലത്തിൻ്റെ ഇപ്പുറം വന്നിട്ട് ജനങ്ങളോട് ഘോരഘോരം പ്രസംഗിക്കും. ഇതെന്തൊരു നാടകമാണ്. ഞാൻ ചോദിക്കുന്നത്, ഈ 2010 ശേഷം ഈ ഭാരതം എന്താ സംഭവിച്ചു പോയത്? പിന്നെ ഇലക്ട്രൽ ബോണ്ടിൻ്റെ കാര്യം പറയുമ്പോൾ ഈ കോർപ്പറേറ്റുകൾ കൊടുക്കാൻ പറ്റിയ ശേഷിയുള്ള പാർട്ടിയായിരിക്കണേ CPM. DMKൻ്റെ അടുക്കുന്ന 25 കോടി വാങ്ങിച്ചിട്ടുണ്ട്. DMKൻ്റെ അടുക്കുന്ന 25 കോടി കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ വാങ്ങിച്ച പാർട്ടിയാണ്. ഏത് ഫണ്ടാണ്? ഇലക്ട്രൽ ബോണ്ടാണ്. ഇലക്ട്രൽ ബോണ്ട് DMK മേടിച്ചു, DMKൻ്റെ അടുക്കുന്ന മേടിച്ചു. CPMന് തന്ത്രം അറിയാലോ. CPMന് കിട്ടൂലെങ്കിലും മറ്റു സ്ഥലത്ത് പോയി കൈനീട്ടി മേടിക്കാനുള്ള തന്ത്രമൊക്കെ അറിയുന്ന പാർട്ടിയാണ് CPM. ഈ കഴിഞ്ഞ ദിവസം വയനാട് MLA T. സിദ്ദീഖ്, അദ്ദേഹത്തിൻ്റെ ഒരു വീഡിയോ വൈറലാകുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ വടകരയുമായി ബന്ധപ്പെട്ട് ഷാഫി പറമ്പിലുമായി ബന്ധപ്പെട്ട് കാര്യങ്ങൾ ചോദിക്കുമ്പോൾ തലശ്ശേരി മൈസൂർ റെയിൽവേ നിങ്ങളുടെ വയനാടുമായി ബന്ധപ്പെട്ട് എന്തുകൊണ്ടാണ് ഇത്രയും നീണ്ടുപോകുന്നത്, അതിനെന്താണ്? ഉടനെ തന്നെ അദ്ദേഹം പറഞ്ഞ കാര്യം, അദ്ദേഹം വയനാട് MLA എന്ന രീതിയിൽ അദ്ദേഹം വയനാടിന് വേണ്ടി പറയണം. പക്ഷേ അദ്ദേഹം തലശ്ശേരിക്കാരെ ആകെ വേദനിപ്പിക്കുന്ന രീതിയിൽ, തലശ്ശേരിയും കൂത്തുപറമ്പും ഷാഫി പറമ്പിലും വോട്ടുണ്ട്, പറഞ്ഞത് ഒരിക്കലും തലശ്ശേരി മൈസൂർ റെയിൽവേ അല്ല, അത് നേരെ തിരിച്ച് അത് നഞ്ചൻകോട് സുൽത്താൻ ബത്തേരി പിന്നെ മൈസൂരിലേക്ക് വിഭാവനം ചെയ്ത പദ്ധതിയാണ്. അത് മുഖ്യമന്ത്രി പ്രാദേശികവാദങ്ങൾ ഉയർത്തിക്കൊണ്ട് അത് തകിടം മറിക്കാൻ ശ്രമിക്കുകയാണ്. എനിക്ക് ചോദിക്കാനുള്ളത്, ഇത് തിരുത്താൻ MLA എന്ന രീതിയിൽ അദ്ദേഹം തയ്യാറാവുക. പക്ഷേ ഞങ്ങളെ ഭയപ്പെടുത്തുന്നത് അദ്ദേഹം കോൺഗ്രസ് വർക്കിംഗ് പ്രസിഡന്റാണ്. രണ്ടാമത്തെ ചോദ്യം സനോജിനാണ്. തലശ്ശേരി എന്ന് പറയുന്ന ചരിത്രപട്ടണം 1866 കേരളത്തിലെ ആദ്യത്തെ മുനിസിപ്പൽ നഗരമാണ്. പക്ഷേ നിർഭാഗ്യകരം എന്ന് പറയട്ടെ, 6 കോർപ്പറേഷനുകൾ വന്നെങ്കിലും തലശ്ശേരി ഇന്നുവരെ കോർപ്പറേഷൻ ആയിട്ടില്ല. ഞങ്ങൾ നവകേരള സദസ്സിൽ മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള എല്ലാവരോടും ഈ കാര്യങ്ങൾ അവതരിപ്പിച്ചിട്ടുണ്ട്. അന്ന് നമ്മുടെ MP രാജേഷ് പറഞ്ഞത് എല്ലാം കൊണ്ടും യോഗ്യതയുള്ള സ്ഥലമാണ് തലശ്ശേരി. എന്നാൽ നിങ്ങൾക്ക് ചോദിക്കാനുള്ളത്, തലശ്ശേരി വികസന വേദിക്ക് ചോദിക്കാനുള്ളത്, ഒരു 3-4 കോർപ്പറേഷനുകൾ പരിഗണിക്കുന്നുണ്ട് ഗവൺമെൻറ്. ആദ്യ പരിഗണന തലശ്ശേരിക്ക് നൽകുമോ എന്നതാണ്. മൂന്നാമത്തെ ചോദ്യം ഹരിദാസിനോടാണ്. ഇന്ത്യൻ റെയിൽവേയിൽ ഇപ്പോൾ അമൃത് ഭാരത് പദ്ധതിയിൽ ഇന്ത്യ ഒട്ടാകെ വികസന പ്രവർത്തനങ്ങൾ നടക്കുന്നതായി കാണാൻ കഴിഞ്ഞിട്ട് തലശ്ശേരിയിൽ നടക്കുന്നുണ്ട്. പക്ഷേ തലശ്ശേരി 21 ട്രെയിനുകൾ നിർത്തുന്നില്ല. എന്നിട്ടും ആയിരക്കണക്കിന് സ്റ്റേഷനുകളുള്ള നമ്മുടെ ദക്ഷിണ റെയിൽവേയിൽ 35ാം സ്ഥാനത്ത് 36 കോടി വരുമാനവുമായി തലശ്ശേരി നിൽക്കുന്നു. പക്ഷേ പാലക്കാട് റെയിൽവേ ഡിവിഷനിലെ 6 A ക്ലാസ് സ്റ്റേഷനിൽ നൂറ്റാണ്ടുകൾക്ക് മുമ്പേ ഒന്നായ തലശ്ശേരിക്ക്, അതിനുശേഷം B ക്ലാസ്സിൽ നിന്നും A ക്ലാസ്സായി ഉയർത്തപ്പെട്ട കാസർഗോഡും തിരൂരും ഇവിടെ നിർത്താത്ത 21 ട്രെയിനുകൾ പകുതി നിർത്തുമ്പോഴും കഴിഞ്ഞ റെയിൽവേ ബഡ്ജറ്റിൽ 24 കോടിയാണ് കാസർഗോഡിനെങ്കിൽ 36 കോടി വരുമാനം തലശ്ശേരിക്കുണ്ട്. 35 കോടി യാത്രക്കാർ 35 ലക്ഷം യാത്രക്കാർ തലശ്ശേരിയിൽ യാത്ര ചെയ്തിട്ടുണ്ട്. എന്തുകൊണ്ട് നിങ്ങൾ ഈ ലൂപ്പ് ലൈൻ എന്ന പ്രശ്നം പരിഹരിക്കുന്നില്ല? അല്ല, ഒന്ന് ഇപ്പോൾ വെറുതെ ഒരു വാഗ്ദാനം നൽകാൻ എൻ്റെ പേര് നരേന്ദ്രമോദി എന്നൊന്നും അല്ലല്ലോ.
നയപരമായി എടുക്കേണ്ടുന്ന വലിയ കാര്യങ്ങളുള്ള ഒരു കാര്യമാണ്. ഒന്ന്, എനിക്ക് ഇതിനെപ്പറ്റി അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളെപ്പറ്റി ആഴത്തുള്ള അറിവില്ല. ഒന്ന്, തികച്ചും പ്രാദേശികമായിട്ടുള്ള വിഷയങ്ങളാണ് പറയുന്നത്. ഞാൻ ഈ പ്രദേശംകാരൻ തന്നെയല്ല. എന്തായാലും കോൺഗ്രസിന് അങ്ങനെ ഒരു പ്രാദേശിക വികാരത്തിനപ്പുറം ഈ രാജ്യത്തെ എല്ലാ വിഭാഗത്തിൽപ്പെട്ട ആളുകളെയും എല്ലാ ആളുകളെയും ചേർത്ത് പിടിക്കുന്ന സമീപനമാണുള്ളത്. രാജ്യത്തെ ജനങ്ങൾക്ക് ആവശ്യമുള്ള കാര്യങ്ങളെല്ലാം കോൺഗ്രസ് വരും. തലശ്ശേരി കോർപ്പറേഷൻ ഇപ്പോൾ സംസ്ഥാന ഗവൺമെൻറ് 5 കോർപ്പറേഷനെ കുറിച്ച് ആലോചിക്കുന്നുണ്ടെന്നാണ് പറഞ്ഞത്. അതിൽ തലശ്ശേരി വേണം എന്നാണ് തലശ്ശേരി വികസന സമിതിയുടെ. അതെ, തീർച്ചയായിട്ടും നിങ്ങൾക്കത് നിങ്ങളുടെ MLA-യും മറ്റ് ആളുകളെ മുഖാന്തരം ആ കാര്യം കുറേ കൂടി ഉന്നയിക്കാം. ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഒരു വാഗ്ദാനമായിട്ട് നമുക്കിത് പറയാൻ കഴിയില്ല. അതിന് ചില മാനദണ്ഡങ്ങളുണ്ട്. ട്രെയിന് നിർത്തേണ്ടതാണ്. പല ട്രെയിനുകൾ ഇപ്പം നിർത്താൻ തുടങ്ങിയിട്ടുണ്ട്. പല ട്രെയിനുകളും സ്റ്റോപ്പ് ചെയ്യാൻ ഞങ്ങളടക്കം വന്ദേ ഭാരത് ഇവിടെ തലശ്ശേരി നിർത്തണം എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ബഹുമാനപ്പെട്ട റെയിൽവേ മന്ത്രി കത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ രാഹുൽ പറഞ്ഞ യാഥാർത്ഥ്യം ശരിയാണ്. രാഹുൽ സത്യസന്ധനാണ്. രാഹുൽ പറഞ്ഞു ഞങ്ങളിത് പറഞ്ഞിട്ട് കാര്യമില്ല, കാരണം ഞങ്ങൾ ഇനി അധികാരത്തിലും വരാൻ പോകുന്നില്ല, അതുകൊണ്ട് ഞങ്ങൾക്ക് ഒരു ഉറപ്പ് കൊടുക്കാൻ കഴിയില്ല. അത് സത്യമാണ്. രാഹുൽ പറഞ്ഞ കറക്റ്റ്. രാഹുൽ പറഞ്ഞ കറക്റ്റ് തന്നെയാണ്. അത് ഒരിക്കലും രാഹുലിന്റെ മനസ്സിൽ രാഹുൽ പറയുമ്പോൾ ഞാൻ ഇടപെട്ടില്ല. രാഹുൽ വലിയൊരു ചാനൽ ചർച്ചയിൽ പങ്കെടുക്കുന്ന ആളാണ്. ഞങ്ങൾക്ക് ആദ്യമായിട്ടാണ്. രാഹുൽ പറയുമ്പോൾ ഞാൻ ഇടപെട്ടില്ലല്ലോ. പക്ഷേ രാഹുലിനോട് ഞാൻ പറയാനുള്ള രാഹുലിന്റെ ഹൃദയത്തിൽ നിന്ന് പോകുന്നതാണ്. ഞങ്ങൾക്ക് ഏതായാലും കഴിയില്ല, ഞങ്ങൾ വരില്ല എന്ന് ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിൽ. ഒന്ന്, രണ്ടാമത് കോർപ്പറേഷൻ വരണം എന്ന് പറയുമ്പോൾ ഇവിടെ പറയുന്നത് കേട്ടാൽ എനിക്ക് തോന്നുന്നു തലശ്ശേരി MLA DMK ആണ്. എത്ര കാലമായി തലശ്ശേരിയുടെ CPM-ന്റെ MLA-മാർ വന്നിട്ട് ഇവിടുത്തെ ആരാ മുഖ്യമന്ത്രിയുടെ നാടായത് ധർമ്മടം മണ്ഡലം. ഇവിടുത്തെ ആരാണ് ഷംഷീർ? ആരാണ് ഷംഷീർ? മുടിയുടെ മന്നന എന്ന് പറഞ്ഞ നിയമസഭയിൽ അല്ലേ? എന്നിട്ട് ആ ഷംഷീറിന് ഒരു നിമിഷം കൊണ്ട് കൊടുക്കാൻ പറ്റുന്ന ഉത്തരമാണ്. മാറി മാറി വന്ന MLA-മാർ ഇനി പുതിയ MLA-ക്കും പുതിയ MP-ക്കും ഒന്നും കൊടുക്കാനല്ല. നേരത്തെ MLA-മാരും MP-മാരും. ഞാൻ സത്യസന്ധനാണെന്ന് അദ്ദേഹം പറഞ്ഞതിനകത്ത് എനിക്ക് സന്തോഷമുണ്ട്. അത് ഞാൻ സ്വീകരിക്കുന്നു. പക്ഷെ അദ്ദേഹം കറകളഞ്ഞൊരു BJP-കാരനാണ്. അതുകൊണ്ടാണ് നട്ടാൽ കളിക്കാത്തെന്നാണ് പറഞ്ഞത്. ഞങ്ങളെന്ന് പറഞ്ഞിട്ടില്ല. ഞാൻ പറഞ്ഞത് എൻ്റെ കപ്പാസിറ്റിയിൽ ചെയ്യാൻ പറ്റുന്നൊരു കാര്യമല്ല. ഞാൻ ഈ പ്രദേശംകാരനല്ല. ഞാൻ എൻ്റെ എന്ന് പറഞ്ഞതിന് അദ്ദേഹം നേരെ ഞങ്ങളാക്കി. ഇതാണ് BJP രാജ്യത്ത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇല്ലാത്തതെല്ലാം കൊണ്ടുവന്ന് വ്യാജമായി പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. അല്ലെങ്കിൽ വാട്സപ്പ് സർവകലാശാലകളിലൂടെ ഇപ്പം നേരിട്ട്. ഈ ശൈലജ ടീച്ചർ ഇവിടെ മത്സരിക്കുന്നുണ്ടല്ലോ. അപ്പോൾ ശൈലജ ടീച്ചർ മത്സരിക്കുമ്പോൾ നിങ്ങൾ എന്ത് കണ്ടിട്ടാണ് വോട്ട് ചോദിക്കുക? അതിന് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ 1 പെൻഷൻ മുടങ്ങിയിരിക്കുകയാണ്, 2 വിലക്കയറ്റം, 3 ജനങ്ങൾ പൊറുതിമുട്ടിയിരിക്കുക. പിന്നെ നിങ്ങൾ എന്തുദ്ദേശത്തിലാണ് വോട്ട് ചോദിക്കുന്നത്? ദേശീയ പ്രാധാന്യമുള്ള തെരഞ്ഞെടുപ്പാണ്. ഈ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷം ഈ രാജ്യത്തിൻ്റെ ഭാവിയെ മുൻനിർത്തി, ഈ രാജ്യത്തിൻ്റെ നിലനിൽപ്പിനെ മുൻനിർത്തിയിട്ടാണ് വോട്ട് ചോദിക്കുന്നത്. അങ്ങനെ വോട്ട് ചോദിക്കാനുള്ള ഏറ്റവും അർഹമായ ഒരു പാർട്ടിയാണ് ഞങ്ങളുടെ പാർട്ടി. ഏറ്റവും അർഹമായ മുന്നണിയാണ് ഞങ്ങളുടെ മുന്നണി. നിങ്ങൾക്കത് ചോദിക്കാൻ കഴിയില്ല. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. BJP വാങ്ങിയ ഇലക്ട്രൽ ബോണ്ടിൻ്റെ ബാക്കി വാങ്ങുന്നവരാണ് നിങ്ങൾ. അവിടെ നിങ്ങൾ അഴിമതി നടത്തിയിട്ട് ഈ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നു. നിങ്ങളെ ആളുകൾക്ക് വിശ്വാസമില്ല. നിങ്ങൾക്ക് എന്ത് യോഗ്യതയാണ്, എന്ത് അർഹതയാണ് വോട്ട് ചോദിക്കാനുള്ളത്? ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾക്ക് ഈ നാട്ടിലെ മതനിരപേക്ഷവാദികൾ വോട്ട് തന്നാൽ ആ വോട്ട് ഇന്ത്യയുടെ പാർലമെൻറ്റിൽ ആർക്കനുകൂലമായി ചെയ്യും? ആരുടെ താല്പര്യമാണ് ഇന്ത്യയുടെ പാർലമെൻറ്റിൽ നിങ്ങൾ പ്രതിഫലിപ്പിക്കുക? ഇന്ത്യയുടെ പാർലമെൻറ്റിൽ NIA ആക്ടിനകത്ത് ഭേദഗതി കൊണ്ടുവരാൻ വേണ്ടി ഇന്ത്യയുടെ പ്രധാനമന്ത്രി, ഇന്ത്യയുടെ ആഭ്യന്തരമന്ത്രി അതുമായി ബന്ധപ്പെട്ട തീരുമാനമെടുത്തപ്പോൾ അതിനെതിരായി ധീരമായി വോട്ട് ചെയ്ത ആളാണ് ഇടതുപക്ഷത്തിൻ്റെ ഒരേ ഒരു MP കേരളത്തിൽ നിന്ന് പോയാൽ. അദ്ദേഹത്തിൻ്റെ പേര് ആരിഫ് എന്നാണ്. NIA ആക്ടിനകത്ത് ചർച്ച നടന്ന ഘട്ടത്തിൽ എന്നാൽ പിന്നെ ആരാണ് ഈ രാജ്യത്തിന് എതിരായി നിൽക്കുന്നത് എന്ന് ഞാൻ കാണട്ടെ എന്ന് പറഞ്ഞപ്പോൾ മുട്ടിടിച്ചിട്ട് അനുകൂലമായി വോട്ട് ചെയ്തവരാ കോൺഗ്രസ്സുകാർ. ഞാൻ ഓർമ്മിപ്പിക്കണോ? മറ്റൊരു കാര്യം, രാഹുൽ ഗാന്ധിയെ അയോഗ്യനാക്കി, ധൃതി പിടിച്ചിട്ട് അയോഗ്യനാക്കി, കോടതി വിധിയെ തുറന്ന് സമരം നടത്തിയപ്പോൾ അറസ്റ്റ് വരിക്കുന്ന ഘട്ടത്തിൽ അവിടെ നിന്ന് മുങ്ങിയ ആൾ ഇപ്പോൾ കേരളത്തിൽ മത്സരിക്കുന്നുണ്ട്. ആരൊക്കെയ? ഡീൻ കുര്യാക്കോസും സംഘവും. അവിടെ അറസ്റ്റ് വരിച്ച ആളുകളുണ്ടായിരുന്നു. അറസ്റ്റ് വരിച്ചത് ഇടതുപക്ഷത്തിൻ്റെ MP-മാരുണ്ടായിരുന്നു. A റഹീം ഉണ്ടായിരുന്നു, B ശിവദാസൻ ഉണ്ടായിരുന്നു. അപ്പോൾ എന്ത് കണ്ടിട്ടാണ് വോട്ട് ചോദിക്കുന്നതൊക്കെ ചോദിച്ചാൽ ഇതൊക്കെ കണ്ടിട്ട് ജനങ്ങൾ വോട്ട് ചെയ്യും. രാജ്യത്തിന്റെ നിലനിൽപ്പാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. ഞാൻ കേരളത്തിൽ നിന്ന് മത്സരിക്കുന്ന 20 MP-മാരോട് മത്സരിക്കാതെ മാറിക്കാൻ പറയാം. നിങ്ങൾക്ക് സർക്കാർ ഉണ്ടാക്കാൻ പറ്റൂ? ഈ രാജ്യത്ത് പാർലമെന്റിൽ കേവല ഭൂരിപക്ഷം വേണമെങ്കിൽ 273 സീറ്റ് വേണം. നിങ്ങൾ ആദ്യം എൻ്റെ പൊന്നു സുഹൃത്ത് 273 സീറ്റിൽ മത്സരിക്കാൻ നോമിനേഷൻ കൊടുക്കുക ആളെ കണ്ടെത്ത്. നിങ്ങളുടെ ദേശീയ സെക്രട്ടറി എത്ര കാലമായി, ഇപ്പൊ കഴിഞ്ഞ കുറെ കാലമായിട്ട് സീതാറാം യെച്ചൂരി, അദ്ദേഹത്തിന്റെ വോട്ട് ഡൽഹിയിൽ പാർട്ടി കോട്ട് ചെയ്യാൻ കഴിയില്ല. അതിനു മുമ്പ് പ്രകാശ് കാരാട്ട് വോട്ട് ഡൽഹിയിൽ പാർട്ടി കോട്ട്. രാഹുൽ ഗാന്ധി പറയട്ടെ ഞാൻ പറയട്ടെ
രാഹുൽ ഗാന്ധി ആപ്പിന്റെ സ്ഥാനാർത്ഥിക്ക് ഔട്ട് ചെയ്യാം. രാഹുൽ ഗാന്ധിയുടെ വോട്ട് എവിടെയുള്ളത്? രാഹുൽ ഗാന്ധിയുടെ മണ്ഡലത്തിൽ ആം ആദ്മി പാർട്ടി രാഹുൽ ഗാന്ധിയുടെ വോട്ട് എവിടെയുള്ളത്? ഞാൻ പറഞ്ഞ മുന്നണിയാണോ? മുന്നണിയാണോ? ഞാൻ പറഞ്ഞത് മുന്നണിയാണോ? മുന്നണിയാണോ? ഇവരേത് മുന്നണി? ഇവരേത് മുന്നണി? ഇവരേത് മുന്നണി? ഇവരേത് മുന്നണി? ഇവരേത് മുന്നണി? ഞങ്ങളുടെ മുന്നണിക്ക് വോട്ട് ചെയ്യും. ഞങ്ങൾ ഇന്ത്യ മുന്നണിക്ക് വോട്ട് ചെയ്യും. ഇവരേത് മുന്നണി? ഇവരേത് മുന്നണി? ശ്രീ അഭിലാഷ് പറ. ശ്രീ അഭിലാഷ് പറ. ശ്രീ അഭിലാഷ് പറ. 2019 CPM ഏത് മുന്നണിയില്? 2014 CPM ഏത് മുന്നണിയില്? ഞാൻ പറഞ്ഞത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലും അതിനൊക്കെ തെരഞ്ഞെടുപ്പിലും മത്സരം വോട്ട് ചെയ്യാൻ പറ്റിയിട്ടില്ല. ഞങ്ങൾ വോട്ട് ചെയ്യുന്നത് ഞങ്ങളുടെ മുന്നണിയുടെ നേതാവിനാ. എവിടെ നിൽക്കട്ടെ? ഇവര് അതൊന്നും പ്രയാസമില്ല. അടുത്തത് പറയട്ടെ. ഒരു കാര്യം കൂടെ, കേന്ദ്ര സർക്കാരിനെ അഭിലാഷ് നിർത്തിയാൽ മതി. ഒരു കാര്യം കൂടെ ശ്രീ അഭിലാഷ് തിരുത്തണം. ഇല്ല, ഇവർക്ക് മുന്നണിയിൽ വോട്ട് ചെയ്യാൻ പറ്റുമോ? ഏത് മുന്നണിയില്? CPM ഏത് മുന്നണിയിൽ? കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന്റെ കാര്യം പറഞ്ഞത്. ഞാൻ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന്റെ കാര്യം പറഞ്ഞത്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഏത് മുന്നണി? ഇടതുപക്ഷത്തിന്റെ പ്രതിനിധിയോട് തന്നെയാണ് ചോദ്യം. ചോദ്യം കേൾക്കൂ. നേരത്തെ പറഞ്ഞ ചോദ്യത്തിനും അല്ലേ, മൈക്ക് ഇവിടെ ഉണ്ട്. ഈ പരിപാടി കഴിഞ്ഞിട്ടില്ല. സനോജിനോട് ചോദ്യം അല്ലേ? നേരത്തെ പറഞ്ഞ ഒരു പ്രസ്താവനക്കും അതുപോലെ ഇപ്പൊ കൊടുത്ത ഒരു മറുപടിയുടെയും അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള ചോദ്യമാണ്. ഇല്ല ഇല്ല ഇല്ല, ഇല്ല ഇല്ല, നമ്മൾ ചർച്ച തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ. ഇല്ല ഇല്ല, ഒന്നുമില്ല. ഇരിക്കൂ. ശരി. ചോദ്യം. സനോജിനോട് ചോദ്യം. ഇരിക്കൂ. സനോജിനോട് ചോദ്യം. കുറച്ച് മുൻപ് പറയുകയുണ്ടായി എന്തുകൊണ്ട് കോൺഗ്രസിന് വോട്ട് ചെയ്യണം എന്നുള്ള ഒരു പ്രസ്താവന കേൾക്കുകയുണ്ടായി. അപ്പോൾ ചോദിക്കാനുള്ളത്, ഇത് ഇന്ത്യ എന്ന വലിയ ഒരു ക്യാൻവാസിൽ നടക്കുന്ന ഇലക്ഷനാണ്, കേരളത്തിൽ നടക്കുന്ന ഒരു ഇലക്ഷൻ അല്ല. അപ്പോൾ VK സനോജ് തന്നെ പറയുന്നു എന്തുകൊണ്ട് കോൺഗ്രസിന് വോട്ട് ചെയ്യണം എന്നുള്ളത്. അപ്പോൾ അങ്ങയുടെ മനസ്സിൽ എന്താണ് ഉള്ളത്? കോൺഗ്രസിന് വോട്ട് ചെയ്യാതെ പിന്നെ ഈ ഇന്ത്യ എന്ന് പറയുന്ന വലിയ ക്യാൻവാസിൽ നടക്കുന്നതിന് NDA മുന്നണിക്ക് വോട്ട് ചെയ്യണം എന്നാണോ പരോക്ഷമായി അങ്ങ് പറഞ്ഞു വെക്കുന്നത്? കോൺഗ്രസിന് വോട്ട് ചെയ്തില്ലെങ്കിൽ പിന്നെ ഇന്ത്യയിലെ ഇടതുപക്ഷം NDAക്ക് എതിരായത് കൊണ്ടാണ് വാജ്പേയിക്ക് ശേഷം ഒരു തുടർ ഭരണം അന്ന് ഉണ്ടാവാതിരുന്നത് എന്ന് സഹോദരി മനസ്സിലാക്കണം. ശരി, മനസ്സിലായില്ലേ? അദ്ദേഹം കുറെ നേരമായിട്ട് പറയാ ഞങ്ങൾ കാരണമാണ് രണ്ടാം വാജ്പേയി സർക്കാർ ഉണ്ടാകുന്നത്. ഞാൻ ചോദിച്ചോട്ടെ, 2008 ഒരു സുപ്രഭാതത്തിൽ ആ മുന്നണിക്കുള്ള പിന്തുണ ഇവർ പിൻവലിച്ചു. എന്താ പറഞ്ഞത്? ആണവ കരാർ. ആ ആണവ കരാർ നരേന്ദ്രമോദി നടപ്പിലാക്കിയപ്പോ എതിർത്തോ? എതിർത്തില്ലല്ലോ. ഇനിയും അങ്ങനെ മുന്നണിയുടെ പിന്തുണ പിൻവലിച്ചാൽ എന്തായിരുന്നു കീഴ്വഴക്കം? എന്താ കീഴ്വഴക്കം? ആ സർക്കാരിൽ അവിശ്വാസം പാസ്സായിരുന്നെങ്കിൽ BJPയുടെ പ്രധാനമന്ത്രി ഉണ്ടാകാൻ പണി ചെയ്ത ആളുകളാണ്. ചോദ്യം കുറച്ചു മുന്നേ രാഹുൽ മാക്കൂട്ടത്തിൽ പറഞ്ഞു CPM കള്ളം പറയുന്ന പാർട്ടിയാണ് എന്ന് പറയുന്നത് ആരാ? വ്യാജ പ്രസിഡന്റാ പറയുന്നത്. ചോദ്യം ഇതാണ്, വടകരയിലെ ജനങ്ങൾ ആശങ്കയിലാണ്. വടകരയിൽ കേന്ദ്രീകരിക്കുന്ന ഈ രാഹുൽ മാക്കൂട്ടത്തിൽ വരുന്ന ദിവസങ്ങളിൽ എത്ര വ്യാജ ID കാർഡ് ഈ വടകര പാർലമെന്റ് യോഗത്തിലുണ്ടാക്കും? ശരി, യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് സാക്ഷാൽ എന്റെ അപ്പുറത്ത് നിൽക്കുന്ന VK സനോജ് ഈ വിഷയത്തിൽ പരാതി കൊടുത്തിട്ട് മാസം കുറയായി. കേരളത്തിന്റെ മുഖ്യമന്ത്രി, ആഭ്യന്തരമന്ത്രി അത്ര വല്ല വാഴയാണോ എന്നെ പിടിച്ചടച്ചാൻ പറയാത്തത്? എനിക്കെതിരെ തെളിവുണ്ടെങ്കിൽ സനോജ കേസ് കൊടുത്തത്. കേരളത്തിന്റെ ആഭ്യന്തരമന്ത്രിയുടെ പേര് പിണറായി വിജയൻ എന്ന ധൈര്യം ഉണ്ടെങ്കിൽ പിടിച്ചകത്തിട. ഒരു തെളിവ് എന്നിട്ട് സംസാരിക്കാം.
വ്യാജ പ്രസിഡന്റ് എന്ന് പറഞ്ഞത് ഇടതുപക്ഷമല്ല. അല്ല, യൂത്ത് നിങ്ങൾ ചോദ്യം. തെളിയിക്ക് സൗമ്യ, തെളിയിക്ക്. പിണറായി വിജയനല്ലേ ആഭ്യന്തരമന്ത്രി? പിണറായി വിജയനല്ലേ ആഭ്യന്തരമന്ത്രി? അയാളോട് തെളിയിക്കാൻ പറയുന്നേ. തെളിയിക്കാൻ പറ. അന്വേഷണം നടക്കുന്നുണ്ട്. അടുത്തൊരു ചോദ്യം, പൗരത്വ ഭേദഗതി നിയമം. പൗരത്വ ഭേദഗതി നിയമവുമായി ബന്ധപ്പെട്ട് രാജ്യത്തിനകത്ത് ദേശീയ തലത്തിൽ UDF-ന്റെ കോൺഗ്രസിന്റെ ഒരു നേതാക്കന്മാർ അഭിപ്രായം പറഞ്ഞിട്ടില്ല. രാജ്മോഹൻ ഉണ്ണിത്താൻ രാജ്മോഹൻ ഉണ്ണിത്താൻ ഇന്നലെ പറഞ്ഞത് പൗരത്വ ഭേദഗതിക്കെതിരെ പ്രതികരിക്കുന്നവർ വിഘടനവാദികളാണ്. ആ അഭിപ്രായത്തോട് യോജിപ്പുണ്ടോ എന്ന് പറ. എന്റെ പൊന്നു സഹോദര, ഈ ഡിവൈഎഫ്ഐക്കാരനാവുക എന്ന് പറയുന്നത് ഉപ്പ് സത്യാഗ്രഹത്തിൽ ഞങ്ങൾ പങ്കെടുത്ത ആളുകളല്ല ഇരിക്കുന്നത്, അവരുടെ പിന്മുറക്കാരാ. ആ ഉപ്പ് സത്യാഗ്രഹത്തെ വിറ്റിട്ട് കാശ് വാങ്ങിയ പാർട്ടിയാണ് നിൽക്കുന്നത്. ഉപ്പ് സത്യാഗ്രഹത്തെ ഗാന്ധിയെ വിറ്റിട്ട് കാശ് വാങ്ങിയ പാർട്ടിയാ. അതവിടെ നിൽക്കട്ടെ. ബാക്കി പറയാം. ചോദ്യല്ലേ വിജയം ഉണ്ടായിടാ. പറയട്ടെ. കെ കരുണാകരന്റെ മകള് BJP-യിലേക്ക് പോയപ്പോ കെ കരുണാകരന്റെ ഭാര്യയെ പറ്റി അസഭ്യം പറഞ്ഞാളാ നിങ്ങള്. ശ്രീ അഭിലാഷേ, ഞങ്ങളുടെ പാർട്ടിയിൽ നിന്ന് ഒരാൾ BJP-യിലേക്ക് പോയാൽ ഞങ്ങൾ രൂക്ഷമായി എതിർക്കും. അവരുടെ പാർട്ടി പിണറായി വിജയനും അവരോട് ധാരണയുള്ളതുകൊണ്ട് എതിർക്കത്തില്ല. അത് ഒരുപാട് പേരുണ്ടല്ലോ. അതുകൊണ്ടാ എന്റെ ചോദ്യം ഹരിദാസിനോടാണ്. നമ്മുടെ പാർലമെന്റിന് ഇതുപോലെ നോക്കുകുത്തിയായ ഒരു കാലഘട്ടം മുൻകാലങ്ങളിൽ ഉണ്ടായില്ല. 125 വർഷം പഴക്കമുള്ള ഇന്ത്യൻ എവിഡൻസ് ആക്ട്, CRPC, IPC അടക്കമുള്ളവർ ഒരു സുപ്രഭാതത്തിൽ ഒരു ചർച്ചയുമില്ലാതെ മാറ്റി. അത് പോട്ടെ, ചോദ്യം അതല്ല. നമ്മുടെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിയമിക്കുന്നതിനുള്ള ഒരു സമിതിയുണ്ട്. ഭരണഘടനാപരമായി പ്രസിഡന്റാണ് അത് നോമിനേറ്റ്. അതിൻ്റെ സെർച്ച് കമ്മിറ്റിയാണ് ലിസ്റ്റ് കൊടുക്കേണ്ടത്. കാലാകാലം ഇന്ത്യൻ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ്, ഇന്ത്യൻ പ്രധാനമന്ത്രി, പ്രതിപക്ഷ നേതാവ്, ഈ 3 ആളടങ്ങുന്ന സമിതിയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ പാനൽ തയ്യാറാക്കി കൊടുക്കേണ്ടത്. കാലാകാലമായി സ്വതന്ത്ര ഇന്ത്യയിൽ നിഷ്പക്ഷമായ തെരഞ്ഞെടുപ്പ് ആ വിഷയത്തിൽ നടന്നിരുന്നു. ഈ നരേന്ദ്രമോദി ഗവൺമെൻറ് ഇന്ത്യയുടെ ചീഫ് ജസ്റ്റിസിനെ ചെവിക്ക് പിടിച്ച് ആ സമിതിയിൽ നിന്ന് പുറത്താക്കിയിട്ട് പ്രധാനമന്ത്രി നിർദ്ദേശിക്കുന്ന ഒരു ക്യാബിനറ്റ് റാങ്കുള്ള മന്ത്രിയെ അതിൽ തിരുകി കയറ്റി 2 പേർ BJP-യും ഒരു പ്രതിപക്ഷവും എന്ന രൂപത്തിലേക്ക് കൊണ്ടുവന്ന് അതിന്റെ നിഷ്പക്ഷ സ്വഭാവം തകർത്തതും എന്തിനാണ് ചീഫ് ജസ്റ്റിസിനെ ഈ സമിതിയിൽ നിന്ന് പുറത്താക്കിയത് എന്ന ചോദ്യത്തിനാണ് എനിക്ക് ഉത്തരം കിട്ടുന്നത്. ലത്തീഫ് ഒരു വക്കീലാണ്. ഒരു മിനിറ്റ്, മറുപടി കേൾക്കൂ. ലത്തീഫ് ഒരു അഡ്വക്കേറ്റാണ്. ലത്തീഫിന് അറിയാത്തതല്ല ഇത്. ലത്തീഫ് ഒരിക്കലും ഒരു കോടതിയെ അവഹേളിക്കരുത്. ഒരു കോടതിയാണ് ലത്തീഫ് ഇടുന്ന് അവഹേളിച്ചിട്ടുള്ളത്. സുപ്രീം കോടതിയുടെ ചീഫ് ജസ്റ്റിസിനാണ് ലത്തീഫ്. അങ്ങനെയാണെങ്കിൽ അങ്ങനെ മറികടക്കണമെങ്കിൽ സുപ്രീം കോടതി പോയിക്കൂടെ ഇവർക്ക്? ഞാൻ ചോദിക്കുന്നത്, ഇവിടെ കോടതി ഉണ്ടല്ലോ. എങ്ങനെയെങ്കിലും അല്ല, ഇത് ഒരു നിയമ സംവിധാനം നടക്കുന്ന നാടല്ലേ? ഒരു മിനിറ്റ് ചേട്ടാ, നിങ്ങൾ സംസാരിക്കും. നിങ്ങൾ കൂക്കാനായിട്ട് വന്നു. നിങ്ങൾ കുറെ ആൾ കൂക്കാൻ മതിയാ. സുമേഷ് കച്ചറവൻ അല്ല, ഇതൊരു സംവാദമാണ്. ഇല്ല, ഒഴിവാക്ക. ഇരിക്കൂ. അഭിലാഷേ
എല്ലാവരും ഞാൻ പറഞ്ഞ കേൾക്കുമല്ലോ. നോക്കാം നോക്കാം. അവിടെ ഇരിക്കേ. അല്ല ഈ തരത്തിലുള്ള ഒരു സാഹചര്യത്തിൽ നമുക്ക് പരിപാടി തുടരാൻ കഴിയാത്ത അവസ്ഥയാണ്. എന്തായാലും ഇവിടെ പങ്കെടുക്കാനെത്തിയ എല്ലാ ആളുകളെ സംബന്ധിച്ചും നന്ദി. പക്ഷേ ഇത് ഒരു തരത്തിലുള്ള ഒരു ക്രമസമാധാന പ്രശ്നത്തിലേക്ക് പോകരുതെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. സംഘർഷഭരിതമായ അന്തരീക്ഷത്തിൽ നമുക്ക് എന്തായാലും പരിപാടി അതിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല. ചെറിയ ചെറിയ പ്രശ്നങ്ങളാണെങ്കിൽ പോലും അത് വഷളാവേണ്ട, നമ്മൾ സംസാരിച്ചിട്ട് കൂടുതൽ തർക്കങ്ങൾ ഉണ്ടാവേണ്ട എന്ന് വിചാരിക്കുന്നു. എന്തായാലും അടുത്ത മണ്ഡലത്തിൽ കാണാം നമ്മുടെ ചിഹ്നം.